പൂമലകളുടെയും പൂന്തോട്ടങ്ങളുടെയും അതിർത്തി കാക്കുന്ന ജവാന്മാരുടെയും നാടാണ് ജമ്മുകശ്മീർ. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് തല ഉയർത്തി നിൽക്കുന്ന സംസ്ഥാനം. വിനോദസഞ്ചാരികളുടെയും സാഹസികരുടെയും എക്കാലത്തെയും ഇഷ്ടകേന്ദ്രം. ജമ്മു, കശ്മീർ താഴ്വര, ലേ, ലഡാക്ക് എന്നിങ്ങനെ ഈ ഭൂവിഭാഗത്തെ മൂന്നായി തിരിക്കാം. ജമ്മുവിലെ ഏറ്റവും വലിയ ആകർഷണം വൈഷ്ണോദേവി ക്ഷേത്രമാണ്. ശ്രീനഗറിനെ വ്യത്യസ്തമാക്കുന്നത് ദാൽ തടാകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ ജനജീവിതമാണ്. കശ്മീർ താഴ്വരയാകട്ടെ പൂന്തോട്ടങ്ങളുടെ പേരിലാണ് ഏറെ പ്രശസ്തം. നിഷാദ് ബാഗാണ് ശ്രീനഗറിലെ ഏറ്റവും വലിയ മുഗൾ ഉദ്യാനം. വർണ്ണവസന്തം വിരിച്ചു നിൽക്കുന്ന ഇന്ദിരാഗാന്ധി ട്യൂലിപ്പ് ഗാർഡനാണ് സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന മറ്റൊരു കേന്ദ്രം. ആ കാഴ്ചകളെല്ലാം കണ്ട് ഗുൽമാർഗിലെത്തിയ മാതൃഭൂമി യാത്ര ഇനി സഞ്ചരിക്കുന്നത് ലേ, ലഡാക്കിലേക്കാണ്. ഇതുവരെയുള്ള കാഴ്ചകളുടെ സൗന്ദര്യത്തിനുമപ്പുറം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ലേ, ലഡാക്കിലേക്ക് സഞ്ചരിക്കാനാകൂ. ലേ ലഡാക്കിലേക്കും ഏറെ പ്രശസ്തമായ സോജില പാസിലേക്കുമുള്ള യാത്രാ വഴിയിലാണ് ഹിൽ സ്റ്റേഷനായ സോനാമാർഗ്. സമുദ്രനിരപ്പിൽ നിന്ന് 2740 മീറ്റർ ഉയരത്തിൽ ഗന്ദേർബാൾ ജില്ലയിൽ സോനമാർഗ് സ്ഥിതി ചെയ്യുന്നു. ഗന്ദേർബാൾ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പച്ചപ്പണിഞ്ഞ പാടങ്ങളും വൈഡൂര്യ പതക്കങ്ങൾ പോലെ വിടർന്നു നിൽക്കുന്ന പൂക്കളും പൂച്ചെടികളുമൊക്കെ ധാരാളമായി കാണാം. സിന്ധ് നദി മുറിച്ചു കടന്നു വേണം മുന്നോട്ടു പോകാൻ. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നിയന്ത്രണത്തിലാണ് ഇവിടം. പാലത്തിലൂടെ ഒരു സമയത്ത് ഒരു ദിശയിലേക്ക് മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. അടിയന്തര സാഹചര്യങ്ങളിൽ പൂർണ്ണമായും ഇളക്കി മാറ്റാനും പിന്നീട് പുനഃസ്ഥാപിക്കാനും സാധിക്കുന്ന സാങ്കേതികവിദ്യയാണ് ഈ പാലത്തിൻ്റേത്. ഇരുമ്പ് കേഡറുകളും തകിടുകളുമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. സിന്ധ് നദിയിൽ ശക്തമായ ഒഴുക്കുണ്ട്. നദീതീരത്ത് സജ്ജീകരിച്ച വ്യൂ പോയിന്റുകളിൽ സഞ്ചാരികളെ കാത്ത് വിശ്രമ കേന്ദ്രങ്ങളുമുണ്ട്. താരതമ്യേന മികച്ച റോഡാണ് സോനാമാർഗിലേക്ക്. വീതി കുറവാണെങ്കിലും സഞ്ചാരം സുഗമമാണ്. സിന്ധ് നദീ തീരത്തുകൂടിയാണ് ഈ റോഡ് ഏറെ ദൂരവും കടന്നുപോകുന്നത്. സിന്ധ് നദിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ യാത്രയിലുടനീളം കാണാനാകും. പച്ചപ്പാർന്ന വനഭൂമിയിൽ നിന്ന് മഞ്ഞ് നദിയിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ചിലയിടത്ത് ഉറഞ്ഞുകൂടിയ മഞ്ഞിൻപാളികൾ കാണാം. യാത്രക്കാരെ ഏറെ ആകർഷിക്കുന്ന കാഴ്ചയാണിത്. സിന്ധ് നദിയിലെ ജലം ഏറെയും ഇത്തരത്തിൽ മഞ്ഞുരുകി വരുന്നതാണ്. യാത്രക്കിടയിൽ മലയാളികൾ ഉൾപ്പെട്ട സഞ്ചാരികളുടെ ഒരു സംഘത്തെയും യാത്ര കണ്ടുമുട്ടി.
അങ്ങനെ പോകുന്ന ഇടയിലാണ് കുറച്ച് മലയാളി സുഹൃത്തുക്കളെ പരിചയപ്പെട്ടത്. ഇവർ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. വളരെ സന്തോഷം തോന്നി. ഇവരൊരു 2 വാഹനങ്ങളിലായിട്ട് ഏകദേശം 10ഓളം ആൾക്കാരുണ്ട്. വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെയുള്ള യാത്രകളിൽ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. യാത്രയെ ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറ ഇന്നൊരു സാധാരണ കാഴ്ചയാണ്. അല്പം സാഹസികത കൂടി കൈമുതലായുണ്ടെങ്കിൽ ജമ്മുകശ്മീരിലെ മഞ്ഞുറഞ്ഞ മലനിരകൾ യുവാക്കൾക്ക് സമ്മാനിക്കുക നല്ലൊരു യാത്രാനുഭവമായിരിക്കും. അത്തരം യാത്രകളിലേക്ക് കൊച്ചു കേരളത്തിൽ നിന്ന് യുവസഞ്ചാരികൾ എത്തുന്നു എന്നതും വഴിയോരത്ത് അവരെ കണ്ടുമുട്ടുന്നതും ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഡൽഹിയിൽ നിന്നെടുത്ത വാടക കാറുകളിൽ അവർ യാത്രയുടെ സഞ്ചാരത്തിന് ആശംസകൾ അർപ്പിച്ച് മടങ്ങുന്നു. ഈ പാലം കടന്ന് സോനാമാർഗിലേക്ക്. വളരെ ചെറിയൊരു സ്ഥലമാണിത്. 400-ൽ താഴെ മാത്രമാണ് ജനസംഖ്യ. ശ്രീനഗറിൽ നിന്ന് 87 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. പട്ടാളക്കാരുടെ അധീനതയിലാണ് ഇവിടം. സോനാമാർഗ് എന്ന പേരിന് സ്വർണ്ണ പുൽത്തകിടി എന്നാണ് അർത്ഥം. വസന്തകാലത്ത് പ്രദേശത്തുടനീളം സ്വർണ്ണ നിറത്തിന് സമാനമായ പൂക്കളുള്ള ചെടികൾ പൂത്തുനിൽക്കും. സൂര്യരശ്മി പതിക്കുമ്പോൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മഞ്ഞണിഞ്ഞ കൊടുമുടികളും ഇവിടെ കാണാം. സോനാമാർഗ് എന്ന പേരിന് പിന്നിൽ ഇതെല്ലാമാണെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. സാഹസിക കായിക വിനോദങ്ങളായ ട്രെക്കിങ്ങിലും ഹൈക്കിങ്ങിലുമെല്ലാം തൽപരരായ നിരവധി സഞ്ചാരികൾ ഇവിടേക്കെത്തുന്നു. തടാകങ്ങളും ചുരങ്ങളും പർവ്വതനിരകളുമടക്കം ഹിമാലയൻ മലനിരകളുടെ മനോഹര ദൃശ്യങ്ങൾ ഇടകലർന്ന സോനാമാർഗിൽ നിന്നാണ് സുപ്രധാന ട്രെക്കിംഗ് റൂട്ടുകളെല്ലാം ആരംഭിക്കുന്നത്. അമർനാഥിലേക്കുള്ള തീർത്ഥാടകർ തമ്പടിക്കുന്നതും ഇവിടെയാണ്. ഫിർബിച്ച്, പൈൻ തുടങ്ങിയ മരങ്ങൾ അടങ്ങിയ ഇടതൂർന്ന വനപ്രദേശം ക്യാമ്പിംഗ് പ്രിയർക്ക് ഇഷ്ട പശ്ചാത്തലമൊരുക്കുന്നു. സോനാമാർഗിൽ വർഷത്തിൽ ഭൂരിഭാഗം സമയവും പ്രസന്നമായ കാലാവസ്ഥയായിരിക്കുമെങ്കിലും തണുപ്പ് കാലത്ത് ചില സമയങ്ങളിൽ താപനില 0-ലും താഴെയാകാറുണ്ട്. അപ്പോൾ പുൽമേടുകൾ പൂർണ്ണമായും മഞ്ഞിൻ പാളികൾക്കടിയിലായിരിക്കും. മഞ്ഞുരുകിയ ശേഷമാണ് ഇവിടെ പച്ച പുൽത്തകിടികൾ തെളിഞ്ഞു വരിക. മെയ് മുതൽ ഒക്ടോബർ വരെയാണ് സ്ഥലങ്ങൾ കാണാൻ അനുയോജ്യമായ സമയം. നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയം തണുപ്പിന്റെയും മഞ്ഞുവീഴ്ചയുടെയും കാലമാണ്. ധാരാളം കുതിരകളെയും കോവർ കഴുതകളെയും സോനാമാർഗിൽ കാണാം. പ്രദേശത്തുള്ളവരുടെ സഞ്ചാരത്തിനൊപ്പം വിനോദസഞ്ചാരികൾക്കും ഇവ പ്രയോജനം ചെയ്യുന്നു. വാഹനം എത്താത്ത ഇടങ്ങളിലേക്ക് കാൽനടയായി കയറിപ്പോകാൻ ബുദ്ധിമുട്ടുന്നവരുടെ വാഹനങ്ങൾ കൂടിയാണിവ. സവാരിയില്ലാത്തപ്പോൾ അവ പുൽമേട്ടിലൂടെ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്നു. സോനാമാർഗിൽ രാത്രി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രകൃതിയോടിണങ്ങിയ റിസോർട്ടുകളും പണിതുയർത്തിയിരിക്കുന്നു. കൂടുതൽ ആളുകളും ശ്രീനഗറിൽ നിന്ന് ഇവിടേക്ക് വന്നു പോവുകയാണ് ചെയ്യുന്നത്.
സോനാമാർഗിൽ നിന്ന് മല കയറുകയാണ് മാതൃഭൂമി യാത്ര. താജിവാസ് ഹിമാനിയിലേക്കാണ് സഞ്ചാരം. സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ഉയരത്തിലാണ് താജിവാസ് ഹിമാനി. യാത്രാമധ്യേ വിശ്രമിക്കാനായി ചെറിയ ഹട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെയിരുന്ന് ചുറ്റും കണ്ണോടിച്ചാൽ പ്രകൃതി സമ്മാനിക്കുന്ന അനിർവചനീയമായ അനുഭൂതിയിലൂടെ സഞ്ചരിക്കാം. താജിവാസിൽ നിന്ന് ഹിമാനിയിലേക്ക് വാഹനങ്ങൾ പോകില്ല. കുതിരകളാണ് അവിടേക്കുള്ള സഞ്ചാരത്തിന് ഏക ആശ്രയം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ഗ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. ഗ്ലേഷ്യർ എന്നാണ് പറയുന്നത്. അവിടേക്കാണ് പോകുന്നത്. പക്ഷെ അവിടേക്ക് പോകുന്നത് കുതിരപ്പുറത്താണ് പോകുന്നത്. സ്ഥിരമായി നടന്നു പോകുന്ന ഒറ്റയടിപ്പാതയിലൂടെ കുതിരകൾ സഞ്ചാരികളെയും വഹിച്ച് മുന്നോട്ടു നീങ്ങുന്നു.